ഫേസ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 10ാമത് വീടിന്റെ താക്കോൽദാനം എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ നിർവഹിച്ചു. പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ത്രേസ്യാമ്മയ്ക്കിനി ഭയമില്ലാതെ ഉറങ്ങാം. എളങ്കുന്നപ്പുഴ വളപ്പ് ആറമ്പിച്ചിറ വട്ടത്തറ വീട്ടിൽ ത്രേസ്യാമ്മ ഭയമില്ലാതെ ഉറങ്ങിയിട്ട് വർഷങ്ങൾ ഏറെ. ത്രേസ്യാമ്മയും രോഗിയായ ഭർത്താവ് ശശിയും വാതിലോ ശുചിമുറിയോ പോലുമില്ലാതെ ഷെഡിലാണ് വർഷങ്ങളായി താമസിച്ചിരുന്നത്. മഴക്കാലത്ത് ചോർന്നൊലിക്കുമ്പോൾ ശശി മറ്റെവിടെയെങ്കിലും മാറി താമസിക്കും. പിന്നീട് പല രാത്രികളിലും ത്രേസ്യാമ്മ തനിച്ചാകും. ഇവരുടെ ദുരവസ്ഥയറിഞ്ഞ് മലയാള മനോരമ ലേഖകൻ ശിവദാസ് കൊച്ചിയിലെ ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റും എളങ്കുന്നപ്പുഴ സ്വദേശിയുമായ TR ദേവനെ സമീപിച്ച് സഹായം തേടുകയായിരുന്നു. ഏകദേശം ആ വീട് നിലം പത്തറായി നിൽക്കണം, ഏത് നിമിഷവും താഴെ പോകും. അങ്ങനെയാണ് ഈ വീട് പെട്ടെന്ന് തന്നെ ആ വീട് പൊളിച്ചു മാറ്റി നമ്മൾ പ്രത്യേക അനുമതിയൊക്കെ പോലീസിൻ്റെ നിന്ന് വാങ്ങി വീട് പൊളിച്ചു മാറ്റിയ ശേഷം താൽക്കാലിക വീട് ചെയ്തു കൊടുത്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കൊറോണ രണ്ടാമതും വരികയും ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തികമായിട്ട് അറിയാമല്ലോ, എല്ലാ ചാരിറ്റി സംഘടനകളും കൊട്ടിയടക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൊറോണ സംഹാര നൃത്തം ചെയ്യുന്ന സമയമായിരുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ഇത് തീർക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും വീടിൻ്റെ പണി തുടങ്ങി. ഫേസ് ഫൗണ്ടേഷൻ്റെ 10ാമത്തെ വീടാണിത്. ഫേസ് ഫൗണ്ടേഷൻ 14 വർഷമായി ഫേസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇതേ തുടർന്നാണ് 7 ലക്ഷം രൂപ മുതൽ മുടക്കി ഫേസ് ഫൗണ്ടേഷൻ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനിൽ ത്രേസ്യാമ്മയ്ക്ക് കൈമാറി. ഒരുപാട് നാളുകളായി നമ്മുടെ കോവിഡും പ്രളയവും ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ദയനീയമായ ഒരവസ്ഥയായിരുന്നു, പ്രത്യേകിച്ചും 23ാം വാർഡിൻ്റെ. ആദ്യം തറകെട്ടി താന്നുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്നൊക്കെ ഇതൊരു വീടല്ല, ഇതൊരു കൊട്ടാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ത്രേസ്യാമ്മ ചേച്ചിയും ശശിചേട്ടനെ സംബന്ധിച്ച് അവർക്കത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു സമാധാനം നിൽക്കുന്നുണ്ട്. കയറി വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ. പഞ്ചായത്ത് അംഗം സ്വാതിഷ് സത്യന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഫേസ് പ്രസിഡന്റ് TR ദേവൻ, ട്രസ്റ്റി R ഗിരീഷ്, യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി ആന്റണി സജി, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, സ്നേഹതീരം ട്രസ്റ്റ് കോർഡിനേറ്റർ സീനത്ത്, നന്ദകുമാർ, ഫേസ് ജനറൽ മാനേജർ ടിൻഡുമോൾ പ്രദീപ്, മാനേജർ മിറ്റി ജേക്കബ്, ടൈറ്റസ് പൂപ്പാടി, ആന്റണി പുന്നത്തറ, ജോസി ചക്കാലയ്ക്കൽ, മണി തേങ്ങാത്തറ, KK സേവ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതുമായി വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഫേസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മയിലൂടെ, ചാരിറ്റി സംഘടനയിലൂടെ ഈ ഭവനം ഇന്ന് ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിച്ചത്. ആദ്യമേ തന്നെ ഫേസ് ഫൗണ്ടേഷന്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫേസ് ഫൗണ്ടേഷന് ഹൃദയത്തിൽ നിന്ന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ രീതിയിൽ ന്യൂസ് ഡെസ്ക് ചാനൽ 91.